ഇന്ന് നമുക്ക് ഓണം സീരീസിലെ 4ാമത്തെ റെസിപ്പി ആയിട്ടുള്ള മത്തങ്ങ എരിശ്ശേരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് നമ്മൾ തലേന്ന് വെള്ളത്തിലിട്ട് കുതിർത്തിയ വൻപയർ ഒരു പ്രഷർ കുക്കറിലിട്ട് പാകത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് ഒരു 2 വിസിൽ വരെ വേവിച്ചെടുക്കുക. ഇനി മത്തങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത് ഒരു ചട്ടിയിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ പാകത്തിന് ഉപ്പും കറിവേപ്പിലയും മത്തങ്ങ വേവാൻ ആവശ്യമുള്ള വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കുക. മത്തങ്ങ നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോഴേക്കും നമുക്ക് എരിശ്ശേരിക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് നമ്മൾ മിക്സി ജാറിലേക്ക് കുറച്ച് തേങ്ങ, ഒരു 2 അല്ലി വെളുത്തുള്ളി, എരിവിന് ആവശ്യമായിട്ട് 2-3 പച്ചമുളക്, ഒരു നുള്ള ജീരകവും കൂടി ചേർത്ത് തരിതരിപ്പായിട്ട് അരച്ചെടുക്കുക. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച വൻപയറും ഈ വെന്ത മത്തങ്ങയിലേക്ക് ചേർത്ത് അരപ്പും കൂടി ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ അത് മാറ്റിയതിന് ശേഷം കടുക് വറുക്കാനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് ഒന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ തേങ്ങ അത്യാവശ്യം നന്നായിട്ട് ചേർക്കണം. എന്നാലാണ് എരിശ്ശേരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നന്നായിട്ട് വറുത്ത് അതും ചേർത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നല്ല മത്തങ്ങ വൻപയർ എരിശ്ശേരി റെഡിയാവും. നല്ല ടേസ്റ്റുള്ളൊരു മത്തങ്ങ എരിശ്ശേരിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.